ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹമുള്ള സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 26-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ വിചാരണ വേളയിൽ, ജീവിത സായാഹ്നത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിത സംഭവങ്ങൾ പങ്കുവെക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ വന്ന് മാനസാന്തരപ്പെട്ട ആ സംഭവത്തെപ്പറ്റി ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. 12 മുതലുള്ള തിരുവചനങ്ങളിൽ, അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ഡമാസ്കസിലേക്ക് പുറപ്പെട്ടു. അല്ലയോ രാജാവേ, മധ്യാഹ്നമായപ്പോൾ വഴിമധ്യേ ആകാശത്ത് നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം എൻ്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളെല്ലാവരും നിലം പതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. സാവൂൾ സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിന്നെ ഞാൻ നിൻ്റെ ജനത്തിൽ നിന്നും വിജാതിയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കുവാനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പസ്തോലൻ്റെ പങ്കുവെക്കൽ. ഇവിടെ സംഭവം നമുക്കറിയാം. ഇവിടെ ഒരു കാര്യം അപ്പസ്തോലനോട് ഈശോ പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ അയക്കുന്നത്? വിജാതിയരുടെ ഇടയിലേക്ക് അയക്കുകയാണ്. അതുകൊണ്ട് വിജാതിയർക്ക് എന്താണ് സംഭവിക്കേണ്ടത്? അവർ സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയണം. സാത്താൻ്റെ ശക്തിയിലാണ് അവരിപ്പോൾ പെട്ടുകിടക്കുന്നത്. ആ ശക്തിയിൽ നിന്നും അവർ ദൈവത്തിൻ്റെ പക്കലേക്ക് വരണം. പാപമോചനം സ്വീകരിക്കുവാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ മാമോദീസ സ്വീകരിക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ ദേവാലയത്തിന് പുറത്ത് വൈദികൻ ഇറങ്ങി വന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ശുശ്രൂഷ പ്രാർത്ഥന ആരംഭിക്കുന്നു. ആ പ്രാർത്ഥനയിൽ വൈദികൻ 3 കാര്യങ്ങൾ പള്ളിയുടെ വാതിൽക്കൽ വെച്ച് ചോദിക്കാറുണ്ട്. 3 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ നമുക്കറിയാം. ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? മൂന്നാമത്തെ ചോദ്യം, യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിക്കുന്നുവോ? ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ ഇവിടെ പൗലോസ് അപ്പസ്തോലനോട് സാവൂളായിരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയണം. അതിനാണ് നീ പോയി പ്രസംഗിക്കേണ്ടത്, സ്നാനപ്പെടുത്തുക വഴിയായിട്ട്. വിശുദ്ധ പോളാറാമൻ പാപ്പ 972 നവംബർ 15 നടത്തിയ ഒരു പ്രഭാഷണത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും അവനെതിരെ എടുക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും അവനെതിരെ നടത്തേണ്ട പ്രതിരോധത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ ആഴപ്പെട്ട രീതിയിൽ ബോധ്യപ്പെട്ട് പങ്കുവെക്കുന്ന ഒരു അവസരമായിരുന്നു അത്. അദ്ദേഹത്തെപ്പറ്റി പറയുന്നത്, 2ാം വത്തിക്കാൻ കൗൺസിൽ അദ്ദേഹം പൂർത്തിയാക്കി. അത് കഴിഞ്ഞുള്ള 6-7 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒരിടത്തും പിശാചിനെ പിന്നെ പരാമർശനം വന്നില്ല. പക്ഷേ പൊടുന്നനവേ ഈ 972 അദ്ദേഹം പത്രോസിൻ്റെ തിരുനാൾ ദിവസം ജൂൺ 29
തൻ്റെ തിരുക്കർമ്മങ്ങൾക്കിടയിൽ എഴുതി തയ്യാറാക്കിയ ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ അത് മുഴുവൻ വായിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയം പ്രേരിതനായി ഇങ്ങനെ പറഞ്ഞു, എവിടെ നിന്നോ പിശാചിൻ്റെ പുക സഭയിലേക്ക് വല്ലാണ്ട് വന്ന് കയറുന്നു. അതുകൊണ്ട് സഭയുടെ അന്തരീക്ഷമാകെ വല്ലാണ്ട് കലുഷിതമായിട്ട് മാറിയിരിക്കുന്നു. വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് നല്ല പ്രകാശവും വെളിച്ചവും അഭിവൃദ്ധിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം ഒന്ന് ചൂണ്ടിക്കാണിച്ചത് പിശാചിൻ്റെ പുക സഭാസൗധത്തിലേക്ക് ഏതോ പൊത്തിലൂടെ ഇങ്ങനെ കയറുന്നുവെന്നാണ്. അതേപ്പറ്റി ഒത്തിരി ആക്ഷേപവും എതിർപ്പുകളും ശങ്കകളും ഒക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം വീണ്ടും ഈ വിഷയത്തെപ്പറ്റി ഏതാനും മാസങ്ങൾ കൂടി നിശബ്ദമായിട്ട് പഠിച്ചിട്ട് ആ നവംബർ മാസം 72 നവംബർ മാസം 15-ാം തീയതി ഒരു ആഴപ്പെട്ട പ്രബോധനം നൽകി. അതാണ് ഡെലിവറസ് ഫ്രം ഈവിൾ. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സഭയുടെ ഏറ്റവും ഒന്നാമത്തെ ആവശ്യം പ്രതിരോധമാണ്, പിശാചിനെതിരായ പ്രതിരോധമാണ്. പിശാച് എന്തെങ്കിലും ഒരു നന്മയുടെ അഭാവമായിട്ടുള്ള തിന്മയല്ല, മറിച്ച് വഴി തെറ്റിക്കുന്ന ജീവനുള്ള ആത്മീയ വ്യക്തിയാണ്. അവനെതിരെയുള്ള പോരാട്ടം ഒരു ഗൗരവമുള്ള പോരാട്ടമാണ്. ആ കാര്യത്തിൽ അവഗണന ആരും എടുക്കരുത്. ഈ യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ട് നീങ്ങുന്ന വ്യക്തി വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ പ്രബോധനത്തിലും അധിഷ്ഠിതമായ ക്രൈസ്തവ വിശ്വാസത്തെയാണ് അവഗണിക്കുന്നത്. ഞാനിത് പറയുന്നത് അദ്ദേഹം തുടരുകയാണ് ഇങ്ങനെ അതിനകത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്കോ കലക്കത്തിലേക്കോ വ്യാമോഹങ്ങളിലേക്കോ വികല്പങ്ങളിലേക്കോ ഒന്നും കൊണ്ടുപോകാനായിട്ടല്ല, മറിച്ച് ക്രൈസ്തവമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്, വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതേപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു പ്രബോധനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, ടു ബി ബോൺ മീൻസ് ടു ബി ഇൻ ദി ആംസ് ഓഫ് ദി ഡീമൻ റാദർ ദാൻ ദി ആംസ് ഓഫ് ഗോഡ്. ജനിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നതിനേക്കാൾ പിശാചിൻ്റെ കരങ്ങളിലേക്കാണ് വരുന്നത്. ഇതാദ്യം വായിച്ചപ്പോൾ എനിക്കും വല്ലാണ്ടൊരു അസ്വസ്ഥത തോന്നി. ജനിക്കുന്ന ഏതൊരു മനുഷ്യ കുഞ്ഞും പിശാചിൻ്റെ കയ്യിലേക്കാണ്, ടു ദി ആംസ് ഓഫ് ദി ഡീമൻ വരുന്നത്, വീഴുന്നത് അല്ലെ പതിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നതിനേക്കാൾ എന്ന് വിശുദ്ധ പോൾ ആറാമൻ പാപ്പ അന്നിങ്ങനെ ഉദ്ബോധിപ്പിച്ചു. അത് തുടരുകയാണ്, ബാപ്റ്റിസം റാൻസംസ് us from the slavery and makes us free children of God. മാമോദീസയാണ് ഈ ഒരു അടിമത്തത്തിൽ നിന്നും നമ്മളെ സ്വതന്ത്രമാക്കുന്നത്, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ദ ഡീമൻ ഈസ് അവർ നമ്പർ 1 എനിമി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിശാച് നമ്മുടെ ഒന്നാമത്തെ ശത്രുവാണ്. അത് വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒന്നാമത്തെ ശക്തമായ അവസരം മനുഷ്യ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്കിന്ന് അനുഭവമാകുന്നത് മാമോദീസയാണ്. ബാപ്റ്റിസം ഈസ് ദ ഫസ്റ്റ് ആക്ഷൻ ഓഫ് ദ ലോർഡ്സ് പ്രോവിഡൻസ്. ത്രൂ ദിസ് സാക്രമെൻറ്റ് ഹി പുട്സ് ദ മോർട്ടൽ എനിമി ഓഫ് മാൻ സേറ്റൻ അറ്റ് എ ഡിസ്റ്റൻസ്. ഈ കുദാശയിലൂടെ ദൈവം സഭാ ശുശ്രൂഷ വഴിയായിട്ട് ഈ ഭീകരമായ എനിമിയെ, ശത്രുവിനെ അകലേക്ക് മാറ്റി നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ഇപ്പോൾ മാമോദീസ സ്വീകരിക്കാനായിട്ട് പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അച്ഛൻ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാമത്തേത് ഇതാണ്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ നീ ആഗ്രഹിക്കുന്നു? ഏതെങ്കിലും ഒരു വ്യക്തി പറയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനാ ശുശ്രൂഷ അവിടെ തീരും. ആ വ്യക്തി തിരിച്ചു പോകുന്നത് സഭാ വിശ്വാസമനുസരിച്ച് പഠിപ്പിക്കുന്നതനുസരിച്ച് പിശാചിൻ്റെ അടിമയായിട്ടാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഇതൊരു ആലങ്കാരികമായൊരു പദപ്രയോഗം മാത്രമല്ല. പിശാചിൻ്റെ അടിമയായിരിക്കുക എന്ന് വെച്ചാൽ പിശാചിൻ്റെ സന്താനമായിരിക്കുന്ന അനുഭവമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയുമായിട്ട് നീങ്ങുമ്പോൾ പാഫോസ് എന്ന സ്ഥലത്തെത്തുന്ന സംഭവം പറയുന്നുണ്ട്. അവിടെ സെർജ്യൂസ് എന്നു പേരായ ഒരു ഉപസ്ഥാനപതിയുടെ പക്കൽ
അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനായിട്ട് എലിമാസ് എന്നു പേരായ ഒരു സദസ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മാന്ത്രികൻ ഒരുമ്പിടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരുമ്പിടുമ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അവനെ നോക്കിയിട്ട് വിളിക്കുന്ന ഒരു പേര് 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: സാത്താൻ്റെ സന്താനമേ, പിശാചിൻ്റെ സന്താനമേ എന്ന് വിളിക്കുകയാണ്. ഇതൊരു ആലങ്കാരിക പ്രയോഗം അല്ല എന്ന് നമുക്ക് വിശുദ്ധ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ തിരുവചനത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 44-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, തന്നിൽ വിശ്വസിക്കാതെ തർക്കിച്ച് മാറി നിൽക്കുന്ന യഹൂദരെ നോക്കിയിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. അപ്പം ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈശോ 2 പിതാക്കന്മാരെ പറ്റി പറയുകയാണ്. ഒന്ന് സ്വർഗസ്ഥനായ പിതാവും മറ്റത് ഒരു നരകസ്ഥനായ ഒരു പിതാവും. രണ്ടും തുല്യരാണെന്ന് ഒരിക്കലും അർത്ഥമില്ല. നമുക്കറിയാം, പിശാച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് അവൻ്റെ മക്കളായിരിക്കുക എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നതും 2 അവസ്ഥയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു 2 പിതൃത്വ അനുഭവത്തെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ മനുഷ്യാവതാരത്തെ യോഹന്നാൻ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുമ്പോൾ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, 11 മുതൽ വാക്യങ്ങൾ: അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ദൈവ മക്കളാകാനുള്ള കഴിവ് ലഭിക്കുന്നു ഈശോയെ സ്വീകരിക്കുമ്പോൾ. ഇതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയില്ല. നമ്മളെ ദൈവ മക്കളാക്കി മാറ്റുന്നു. നിക്കോദെമോസ് ഈശോയുടെ പക്കലെത്തിയിട്ട് തൻ്റെ സംഘങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഈശോയുടെ ഉപദേശം സ്വീകരിക്കുന്ന അവസരത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോ അദ്ദേഹത്തോട് പറയുകയാണ്, സത്യസത്യമായി നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കണം. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് വീണ്ടും ജനിക്കുന്നതിനെ പറ്റിയാണോ നിക്കോദെമോസ് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, 5-ാം വാക്യം: ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ മാംസത്തിൽ ജനിക്കുന്ന മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്ന ആത്മാവും. അപ്പോൾ ആത്മാവിൽ നിന്ന് ജനിക്കുക, ആത്മാവിൻ്റെ മകനോ മകളോ ആയിട്ട് മാറുക, അല്ലെ ദൈവത്തെ നോക്കി പരിശുദ്ധാത്മാവിനെ നോക്കി അപ്പ അപ്പ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. ഈശോ അങ്ങനെയാണ് ദൈവത്തെ വിളിച്ച് നമുക്കറിയാം. അതുപോലെ നമ്മളും ദൈവത്തെ ആബ്ബ എന്ന് വിളിക്കുന്നവരായിട്ട് തീരണം. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നല്ലോ, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുകയാണ്. ഇത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന അനുഭവമാണ് ദൈവമക്കൾ. യോഹന്നാൻ്റെ ലേഖനത്തിലും അപ്പോസ്തലന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളും നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ പറയാം, നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതേ വചനഭാഗം തന്നെ നമ്മൾ ഇതിനോട് വായിച്ചു വരുമ്പോൾ അദ്ദേഹം പിശാചിൻ്റെ മക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. 10-ാം വാക്യത്തെ പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കളാരെന്ന് പിശാചിൻ്റെ മക്കളാരെന്ന് ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല, തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും ഇങ്ങനെ ഒരു വ്യത്യാസം, 2 മക്കളായിരിക്കുന്ന അവസ്ഥ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആരും തന്നെ ഒരിക്കലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ല, ഞാൻ
പിശാചിൻ്റെ മകനോ മകളോ ആയിരിക്കുമോ, അങ്ങനെ ആകുന്നുണ്ടോ എന്ന്. പക്ഷേ ഈശോ ഇവിടെ നമ്മൾ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ യഹൂദരെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, ആ പിതാവിൻ്റെ മക്കളാണെന്ന് പറയുമ്പം ഈ പറഞ്ഞ ആൾക്കാർ ഈശോയ്ക്ക് ചുറ്റും നിൽക്കുന്നത് എന്തെങ്കിലും പിശാചിനെ പോലെയുള്ള കൊമ്പും വാലും ആയിട്ടൊന്നുമല്ല, തനി പൈശാചികമായ മനോഭാവമായിട്ടുമല്ല, മറിച്ച് ഈശോ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാകാതെ ഉള്ളുകൊണ്ട് ഈശോയ്ക്കെതിരെ ചിന്തിച്ച് സാധിക്കുമെങ്കിൽ ഇവരെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്നുള്ള മാർഗം കണ്ടുപിടിക്കാനായിട്ട് ഉള്ളുകൊണ്ട് ഗൂഢാലോചന നടത്തി അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഈശോ പറയുന്നുണ്ട്, നിങ്ങളെന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു, വെറുപ്പാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഹൃദയത്തിൽ വെറുപ്പ് വെച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ പെരുമാറുന്ന വ്യക്തികളെ നോക്കി ഈശോ പറയുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. യോഹന്നാൻ 8:44 നമ്മൾ വായിക്കുന്നുണ്ട്, പിശാച് കൊലപാതകിയാണ്, നിങ്ങൾ കൊല്ലാൻ അന്വേഷിക്കുന്നു. കൊല്ലുക എന്ന് വെച്ചാൽ വചനം വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം, വെറുക്കുന്നവൻ കൊലപാതകിയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകി. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പോൾ കൊലപാതകം അല്ലെ വെറുപ്പ് പിശാചിൻ്റേതാണ്. അതുകൊണ്ട് ആ വെറുപ്പിൻ്റെ അവസ്ഥയിലൂടെ പോകാനായിട്ടല്ല, അങ്ങനത്തെ അവസ്ഥയിലായിരിക്കാനായിട്ട് നമുക്ക് ആർക്കെങ്കിലും ഇടവരുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോ നമ്മളെ വിശേഷിപ്പിക്കുന്നത്, നമ്മളെ കണക്കാക്കുന്നത് പിശാചിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കൊല്ലരുത് എന്നുള്ള കൽപ്പനയെപ്പറ്റി വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ 22-ാം വാക്യം, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാസംഘത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായിത്തീരും. സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുക, വെറുക്കുക, വെറുപ്പോടെ കോപത്തോടെ സംസാരിക്കുക, അങ്ങനെ ചെയ്യുന്ന വ്യക്തി നരകാഗ്നിക്കിരയാകും. വചനത്തിൽ ഒരു കാര്യം അവഗണിക്കാൻ നമുക്ക് ആർക്കും അനുവാദമില്ല. നമുക്കറിയാം, ഈ മലയിലെ പ്രസംഗം ആരംഭിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, വചനത്തിൽ നിന്ന് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ വിചാരിക്കരുത്, അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. വീണ്ടും ഈശോ പറയുകയാണ്, 5:19 വാക്യം, ഈ പ്രമാണമേറ്റം നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ പറ്റില്ല പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈശോ പഠിപ്പിക്കുന്നതായ വചനത്തിൽ ഒരു കാര്യം നമുക്ക് സാരമില്ല, നിസ്സാരമാണ്, കുഴപ്പമില്ല, ഗൗരവമുള്ളതല്ല, പ്രധാനപ്പെട്ട ഉപദേശമല്ല എന്നിങ്ങനെ പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് ആർക്കും അനുവാദമില്ല, അവകാശമില്ല. അതുകൊണ്ട് തന്നെയാണ് 5-ാം പ്രമാണത്തെപ്പറ്റി ഈശോ വ്യാഖ്യാനിക്കുമ്പോൾ കൊല്ലരുത്, നീ കുത്തിക്കൊന്നോ ഇടിച്ചു കൊന്നോ അടിച്ചു കൊന്നോ വെടിവെച്ച് കൊന്നോ ആൾ ചത്ത് വീണോ ഇല്ലയോ എന്നുള്ളതല്ല. നിൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് കയറിയിട്ട് സഹോദരന് നിനക്ക് കോപം നിറഞ്ഞിട്ട് നീ അവനെ ചീത്ത വിളിക്കുമ്പോൾ, അത് ഈശോയുടെ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കറിയാം, ചീത്ത എത്രയോ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന ചില ചീത്തയുടെ വാക്കുകളാണ്. ഭോഷ, വിഡ്ഢി, അല്ലെങ്കിൽ പൊട്ട, മണ്ട, ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വെറുപ്പിൻ്റെ അവസ്ഥ ഒരു വ്യക്തി നീങ്ങുമ്പം ഈശോ പറയുകയാണ്, ആ വ്യക്തി നരകാഗ്നിക്കിരയായിത്തീരും. അങ്ങനെ ചെയ്യുന്ന ഒരു അഭംഗിയാണ്. അതൊരു ക്രൈസ്തവ ആത്മീയതയുടെ തിളക്കത്തിന് ചേരുന്നതല്ല. നിങ്ങളങ്ങനെ ചെയ്യരുത്, സഹോദരനെ വേദനിപ്പിക്കുക, ഇങ്ങനത്തെ ഉപദേശമൊന്നുമല്ല ഈശോ പറയുന്നത്. ഈശോ അവിടെ പറയുന്നത് നരകാഗ്നിക്കിരയായിത്തീരും എന്ന് വെച്ചാൽ നരകത്തിൻ്റെ സന്തതിയായിട്ട് നീ മാറുകയാണ്, എന്ന് വെച്ചാൽ പിശാചിൻ്റെ മകനോ മകളോ ആയിട്ട് നീ മാറുകയാണ്. നീ ഈ വെറുപ്പിലേക്ക് പോകുമ്പോൾ വെറുക്കുന്നവൻ കൊലപാതകയാണ്. അപ്പോൾ വെറുപ്പോടുകൂടെ ഈശോയെ എങ്ങനെ കൊല്ലണം എന്നുള്ളതിന് പഴുതന്വേഷിച്ച് നിൽക്കുന്ന യഹൂദർ, അവർ ഈശോ പ്രസംഗിക്കുമ്പോൾ ചുറ്റും നിൽക്കുകയാണ്. അവർ ഈശോയെ തല്ലുന്നില്ല, ഈശോയെ പിടിച്ച് ഉന്തിയിടുന്നില്ല, വലിച്ചു മറിച്ചിടുന്നില്ല, തെറി വിളിക്കുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല. ഈശോ പറയുന്നത് കേട്ടിട്ട് അവിശ്വസിച്ചും ഹൃദയത്തിൽ പിറുപിറുത്തും ഗൂഢമായിട്ട് ഈശോയ്ക്കെതിരെ മനസ്സുകൊണ്ട് വെറുപ്പിൻ്റെ ചിന്തകൾ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ നോക്കിയാണ് ഈശോ പറയുന്നത്, നിങ്ങൾ പിശാചിൻ്റെ സന്തതികളാണ്. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് പറയുന്നത് ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ, അതൊരു ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാന അനുഭവമാണെങ്കിൽ, മാമോദിസ വഴി നമ്മൾ ദൈവ മകനായി മകളായി മാറുന്നു,
അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. ഈ പറയുന്നതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അതേ വചനം തന്നെ, അതേ ഈശോ തന്നെ, അതേ അപ്പസ്തലന്മാർ തന്നെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഈ പിശാചിൻ്റെ മകനോ മക്കളോ ആയിത്തീരുന്ന അപകട സാധ്യത അത് നമ്മൾ ഗൗരവത്തിലെടുക്കണം. പാപം ചെയ്യുന്നവന് പിശാചിൻ്റെ സന്തതിയാണെന്ന് യോഹന്നാൻ പറയുന്നത് നമ്മൾ കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ കൊലപാതകത്തെപ്പറ്റി പറയുന്നതോടൊപ്പം തന്നെ പിശാചിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുമ്പം രണ്ടാമത് ചേർത്ത് പറയുന്നൊരു കാര്യമാണല്ലോ, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. നുണ പറയുക എന്ന് പറയുന്നത് എത്രയോ ഗൗരവം കുറഞ്ഞ ഒരു കാര്യമായിട്ട് നമ്മളൊക്കെ കാണുന്നത്. നുണ പറയാതെ ആർക്കും ജീവിക്കാൻ പറ്റുമോ എന്നുപോലും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോകുന്നവർ ചിന്തിക്കുന്നത് നുണ പറയാതെ ഒരു കാര്യം നടക്കുകയില്ല, എല്ലാം ഉള്ളതുപോലെ പറഞ്ഞു പോയാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് നുണയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഗൗരവമില്ലാതെ എടുത്തു വച്ചിരിക്കുന്നൊരു കാര്യമാണ്. വായിക്ക് വരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നുണ പറയുക. പക്ഷേ ഇവിടെ ഈശോ പറയുകയാണ്, പിശാച് നുണയനാണ്, നുണയുടെ പിതാവുമാണ്. അല്പം കൂടെ അതിനെ ഒന്ന് ചിന്തിച്ച് പറഞ്ഞാൽ നുണയനും നുണ പറയുന്നവരുടെ പിതാവുമാണ്. അപ്പോൾ നുണ പറയുന്ന അവസ്ഥയിലാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ നമ്മളുടെ പിതാവായിട്ടുള്ളത് സ്വർഗസ്ഥനായ ദൈവമല്ല, മറിച്ച് നരകസ്ഥനായ പിശാചാണ് എന്ന് ഈശോ പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ആണയിടുന്നതിനെ പറ്റി പറയുമ്പോൾ ഈശോ ഈ കാര്യം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആണയിടുന്നതിനെ പറ്റി, വ്യാജമായിട്ട് ആണയിടരുത് എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. മത്തായി 5:37 നമുക്കറിയാം, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതെ എന്നുള്ളപ്പം അതെ, അല്ല എന്നുള്ളപ്പം അല്ല. അതെ എന്നുള്ളപ്പം അല്ല എന്ന് പറയുക, അല്ല എന്ന് ആയിരിക്കുന്നു കാര്യം, അപ്പോൾ അതേയെന്ന് ഭാവിക്കുക പറയുക, ഇത് നുണയാണ്, അത് അഭംഗിയാണെന്നല്ല ഈശോ പറയുന്നത്, ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പം ഞാനെന്ന വ്യക്തി ഇതുപോലെ അതേയെന്നുള്ളപ്പം അല്ല എന്ന് പറയുന്നു, അല്ല എന്നുള്ളപ്പം അതേയെന്ന് പറയുന്നു, അങ്ങനെ തരം പോലെ ഭാഗത്തിന് നുണയൊക്കെ പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ആ പെരുമാറ്റം ദുഷ്ടനിൽ നിന്നാണ് വരുന്നത്. ആ ദുഷ്ടൻ്റെ സ്വാധീനം, സാന്നിധ്യം എന്നിലുണ്ട് എന്നർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവല്ല എന്നിലുള്ളത്. അവിടെ ഈശോ എപ്പോഴും പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ സത്യമാണ് പറയുന്നത്. ഈശോ തന്നെ സത്യമാണ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം നമുക്കറിയാം, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നത്. യോഹന്നാൻ 19 പീലാത്തോസിന് മുമ്പിൽ ഈശോ തൻ്റെ ദൗത്യത്തെപ്പറ്റി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സത്യമായിട്ട് പറയുന്നു. സത്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നിങ്ങളെ നയിക്കും. പരിശുദ്ധാത്മാവിനെ പറ്റി ഈശോ അന്ത്യത്തല വെളിപ്പെടുത്താൻ നമുക്കറിയാം. അപ്പോൾ സത്യത്തിൻ്റെ കാര്യങ്ങൾ അത് സത്യമായ രീതിയിൽ പങ്കുവെക്കുന്നു. അതാണ് ഈശോയുടെ ശൈലി, ദൈവത്തിൻ്റെ ശൈലി, ദൈവാത്മാവിൻ്റെ ശൈലി അതാണ്. ഇപ്പുറത്ത് നുണ, അതേ എന്നുള്ളപ്പം അല്ല, അല്ല എന്നുള്ളപ്പം അതേ, ഇങ്ങനെയുള്ള രീതികൾ അത് പിശാചിൻ്റെതാണെന്ന് പറയുകയാണ്. എത്രയോ അവസരങ്ങൾ നമ്മൾ നുണ പറയാറുണ്ട്. ഇത് ഒരു ഗൗരവമുള്ള കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ ചിന്തിക്കുന്നേയില്ല. 3 സാഹചര്യങ്ങളിൽ മനുഷ്യൻ സാധാരണ നുണ പറയാറുണ്ടെന്നാണ്. ഒന്ന്, പേടിച്ചിട്ട് നുണ പറയും. പത്രോസ് അപ്പോസ്തലൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയും, ഞാൻ അല്ല, അറിയല. അത് പേടിച്ചിട്ടാണ്. കാരണം അവൻ്റെ കൂടെ ഉള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിനെയും ചിലപ്പം ക്രൂശിച്ചേക്കും. അത് പേടിച്ചിട്ട് അത് നുണ പറയുകയാണ്. അപ്പോൾ പേടിച്ചിട്ട് നുണ പറയുമ്പം ഈശോയെ തള്ളി പറയുകയാണ്, സത്യത്തെ തള്ളി പറയുകയാണ്. മറ്റൊരു സാഹചര്യം നുണ പറയാനായിട്ട് നമുക്ക് സംഭവിക്കുന്നത് സ്വാർത്ഥത കൊണ്ടാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കേടുള്ള സാധനം എടുത്ത് കൊടുക്കുന്ന കച്ചവടക്കാരൻ നല്ലതെന്ന് പറഞ്ഞ് കൊടുക്കുന്നു, നുണ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഉത്തരം പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് വെച്ചിട്ട് മാർക്ക് മേടിക്കാൻ നോക്കുന്നു. അങ്ങനെ സ്വാർത്ഥത വെച്ചുകൊണ്ട് നുണ എടുക്കുന്ന അവസ്ഥയുണ്ട്. അത് മോഷണം തന്നെയാണ്. മറ്റൊന്ന്, വെറുപ്പ് കൊണ്ട് നുണ പറയുന്നു. നമുക്കാരെങ്കിലും ഇഷ്ടമില്ല, ആരോടെങ്കിലും അകൽച്ചയുണ്ട്, വെറുപ്പുണ്ട്, അതുകൊണ്ട് അവരെപ്പറ്റി പല കാര്യം പറയേണ്ടി വരുമ്പോൾ നമ്മൾ അതിശയോക്തി വെച്ച് പറയുന്നു, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുന്നു, ഉള്ള കാര്യത്തെ കൂട്ടി പറയുന്നു. അങ്ങനെയൊക്കെ നുണ പറഞ്ഞു പോവുകയാണ്. വെറുപ്പ് കൊണ്ട് നുണ പറയും, വെറുക്കുന്നത് തന്നെ കൊലപാതകയാണ്. വെറുപ്പ് കൊണ്ട് നുണ പറയുമ്പോൾ അത് തനി കൊലപാതകമായിട്ട് മാറുകയാണ്.
ഇങ്ങനെ നുണയുടെ കുറേയേറെ സാഹചര്യങ്ങൾ. സ്നേഹമുള്ളവരെ, പിശാചിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളും. പോളാറാം പാപ്പ പറഞ്ഞു, ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും പിശാചിൻ്റെ കാര്യങ്ങളിലേക്കാണ് വീഴുക. കേൾക്കുമ്പോൾ ഞടുക്കം പോലെ തോന്നും, പക്ഷേ അതാണ് മാമോദീസയിലൂടെ സഭ ആഴപ്പെട്ട് പഠിപ്പിക്കുന്നത്. വചനം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവിടുന്ന് മാമോദീസ വഴിയായിട്ടാണ് വീണ്ടെടുക്കുന്നത്. അത് കഴിഞ്ഞാലോ വീണ്ടും പിശാചിൻ്റെ സന്തതിയായി തീരാനുള്ള അവസരം കിടക്കുകയാണ്. അതെങ്ങനെയാണ്? 2 സാഹചര്യം ഇപ്പോൾ നമ്മൾ കാണുകയുണ്ടായി. വെറുപ്പ്, മറ്റൊന്ന് നുണ. ഇത് ഭീകരമായ രീതിയിലുള്ള വെറുപ്പിൻ്റെ പ്രവൃത്തികളോ നുണയുടെ സംഭവങ്ങളോ ഒന്നും വേണ്ട. നിസ്സാരമായ വെറുപ്പിൻ്റെ വാക്കുകൾ, മനോഭാവങ്ങൾ, കോപം കയറി വിഡ്ഢിയെന്ന് വിളിക്കുമ്പം നരകത്തിൻ്റെ സന്തതി ആദേശ പഠിപ്പിക്കുന്നു. അതേയെന്നുള്ളത് അല്ല എന്ന് പറയുമ്പം, അല്ല എന്നുള്ളത് അതേയെന്ന് പറയുമ്പം പിശാചിൻ്റെ സന്തതി എന്ന് വെച്ച് പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവജനമാണ്, ദൈവമക്കളാണെന്ന് ചിന്തിക്കുന്നു, അവകാശപ്പെടുന്നു, ആശ്വാസം നടക്കുന്നു. പക്ഷേ വചനം പറയുന്നു, അങ്ങനെ നടക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പിശാചിൻ്റെ മകനും മകളുമായിട്ട് നീങ്ങുന്നുണ്ട്. പിശാചിൻ്റെ മകനും മകളുമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് അന്യമാണ്. പിശാചിൻ്റെ ഇടപെടൽ നമുക്ക് സ്വന്തമാണ്. അവൻ്റെ പല ഇടപെടലുകളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വേലി കെട്ടി പഴുതറച്ചെടുക്കാതെ നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ ഇടപെടലുകൾ തീർന്ന് കിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് തിരുസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ തൃപാദങ്ങളിരുത്തി തിരുവചനത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി അങ്ങ് ഭൂമിയിലേക്ക് വന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ചുകൊണ്ട് മാമോദീസയിലൂടെ ഞങ്ങളെ സ്വർഗത്തിൻ്റെ മകനും മകളുമാക്കി ദൈവത്തെ അങ്ങയോട് ചേർന്ന് ആബാ, അപ്പ എന്ന് വിളിക്കാനായിട്ട് അവകാശമുള്ളവരാക്കി തീർത്തു. പക്ഷേ ആ അവസ്ഥയിൽ ഞങ്ങളായിരിക്കുമ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ പിശാചിൻ്റെ മകനും മകളുമായിട്ട് അധപ്പതിക്കുന്ന അപകടം ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. യഹൂദർ അങ്ങേ വെറുത്തുകൊണ്ട് നിന്നപ്പം അങ്ങ് അവരോട് പറഞ്ഞു, നിങ്ങൾ പിശാചിൻ്റെ സന്തതികളാണ്. അങ്ങ് അവരെ വെറുത്തിട്ട് അധിക്ഷേപിച്ച് സംസാരിച്ചല്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് സത്യമായിട്ടാണ് സംസാരിക്കുക. ഈശോയെ, ഞങ്ങൾ വെറുപ്പുമായിട്ട് പെരുമാറുന്ന എത്രയോ അവസരങ്ങളുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ, അയൽക്കാർക്കിടയിൽ എന്തുമാത്രം വെറുപ്പ് ഈശോയെ ഞങ്ങളുടെ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ട്. വെറുപ്പ് വെച്ച് വിഡ്ഢി, പൊട്ട, മണ്ട എന്ന് വിളിച്ചാൽ പോലും തനി നരകസന്തതിയാണെന്ന് അങ്ങ് പഠിപ്പിക്കുന്നല്ലോ. ഈശോയെ, ഇതിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അതുപോലെ നുണ, ഈശോയെ, എത്രയോ ലാഘവ ബുദ്ധിയോടെ ഞങ്ങൾ നിരന്തരം നുണ പറയുന്നു, നുണയിലേക്ക് ഇറങ്ങുന്നു. കുമ്പസാരത്തിൽ പോലും പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ബോധ്യമില്ല. പക്ഷേ ഈശോ അങ്ങ് പറഞ്ഞല്ലോ, നുണയൻ, നുണയുടെ പിതാവ് പിശാചാണ്. നുണ പറയും ദുഷ്ടനിൽ നിന്നാണത് വരുന്നത്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ നിരവധിയായ ബന്ധനങ്ങൾ, നിസ്സഹായതകൾ, പൈശാചിക ഇടപെടലുകളെ പറ്റിയൊക്കെ ഞങ്ങൾ ചിന്തിക്കുകയും വിഷമിക്കുകയും ദൂരീകരിക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഞങ്ങൾ തന്നെ ഈ വെറുപ്പും നുണയും വഴി പിശാചിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ അറിയാതെ പോകുന്നുണ്ടല്ലോ. ഈശോയെ, വചന വെളിച്ചം തരുന്നതിന് നന്ദി. ഈ തിന്മകളെ ജാഗ്രതയോടെ ഒഴിവാക്കിക്കൊണ്ട് നീങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ കർത്താവായ ദൈവമേ, അങ്ങ് ഈ എളിയ ദാസന് കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ ഭാഗവൻ മൗഢരൂപ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും കർത്താവെ, അങ്ങയുടെ വചനത്തിന് ഈ സമയം കാതോർത്ത് ആ വചനത്തിൻ്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ നാരികീയ പഴുതുകൾ തിരുത്താനുള്ള തീരുമാനമെടുത്ത് ആ പരിശ്രമത്തിനുള്ള സന്നദ്ധതയോടെ ഇപ്പോഴായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ശക്തമായ കരസ്പർശനം ഈ മക്കൾ ഓരോരുത്തരിക്കും കടന്നു ചെല്ലട്ടെ. വെറുപ്പിൻ്റെയും നുണയുടെയും സകല അരൂപികളിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് സ്വതന്ത്രരായി ദൈവ മകനും മകളുമായിട്ട് ജീവിച്ചുകൊണ്ട് സകല നാരകീയ കണികളിൽ നിന്ന് വിമോചിതരായി ജീവിക്കാനുള്ള കൃപ കർത്താവെ ഈ മക്കൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.